എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു വിഷയത്തെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കണം തോന്നുന്നുണ്ടാന്നേ വന്നത്. അപ്പോൾ നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ കൃഷ്ണകുമാർ സാറിൻ്റെയും ദിയ കൃഷ്ണയുടെയും വിഷയത്തെക്കുറിച്ചൊരു രണ്ട് വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. അവരുടെ വിഷയം മീൻസ് പേഴ്സണലി എനിക്ക് ഇവരെ ഒന്നും പരിചയമില്ല. ഇപ്പം അവർക്ക് എതിരെ വരുന്ന ആരോപണങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം പുള്ളിക്കാരത്തി നടത്തുന്ന സ്ഥാപനത്തിലെ 3 ജീവനക്കാരികൾ നമുക്കത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. 3 പേരും നല്ല വൃത്തിയായിട്ട് ദിയ കൃഷ്ണയെ പറ്റിച്ച് നന്നായിട്ട് ക്യാഷ് എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ആ വീഡിയോസ് ആയാലും ഇവളുമാരുടെ സംസാരം കേൾക്കുമ്പോഴായാലും ആ വീഡിയോസിലൂടെ എല്ലാം നമുക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതിനടിയിൽ വന്നിട്ട് ഇവർക്കെതിരെ നെഗറ്റീവ് കമന്റ് പറയുന്നവരോടാണ്, അതായത് ടാക്സി വെട്ടിക്കാൻ കൂട്ടുനിന്നു, അതേപോലെ തന്നെ മാസത്തിലെങ്കിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്തുകൂടായിരുന്നോ, 69 ലക്ഷം രൂപയൊക്കെ പോകുമോ, സ്വർണത്തിനേക്കാളും വലിയ സെയിലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന എല്ലാവരും ചോദിക്കുന്നുണ്ട്. എനിക്ക് പിന്നെ ആ വീഡിയോ ഒന്ന് എടുത്ത് പിൻ ചെയ്ത് കൊടുക്കാൻ, എൻ്റെ പേജിൽ വേറെ ആരുടെയും ഒരു ഇത് പിൻ ചെയ്ത് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോയും കാര്യങ്ങളും ഒന്നും കൊടുക്കുന്നില്ല. പുള്ളിക്കാരത്തി വളരെ വിശ്വസിച്ച് അവരുടെ സ്ഥാപനത്തിലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയും സാധനങ്ങൾ പാക്ക് ചെയ്ത് അവർ അയക്കുന്നു, അവർ തന്നെ ക്യാഷ് മേടിക്കുന്നു, അവർ തന്നെ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയും അവരുടെ ആ ഒരു ആരോഗ്യസ്ഥിതി, അതായത് ഒരു പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കേണ്ട ബുദ്ധിമുട്ടുകൾ നമുക്കറിയാൻ പറ്റും. നമ്മുടെ ജോലിയിലോ കാര്യങ്ങളിലോ ഒന്നും നമുക്ക് ഒരുപാട് അങ്ങനെ ശ്രദ്ധിക്കാനോ ഒന്നും പറ്റത്തില്ല. എന്നിട്ട് ആ ഒരു സമയത്ത് പോലും അവരെ കൃത്യമായി വലിപ്പിച്ച് ഇത്രയും ക്യാഷ് എടുത്ത് അവിടെ വന്നിരുന്നിട്ട് പറ്റിപ്പോയി ചേച്ചി, ഞങ്ങൾ വീതിച്ചെടുത്തതാ, ഞങ്ങൾ തിരിച്ചു തരാം, ഇങ്ങനെയൊക്കെ കെഞ്ചി പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി മാധ്യമങ്ങൾക്ക് മുമ്പിൽ. എനിക്ക് പറയാനുള്ളത് എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോടാണ് കേട്ടോ. അവർ പറയുന്ന ചോദ്യം, അതായത് 1 ലക്ഷം 2 ലക്ഷം രൂപ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് എല്ലാ മാസവും അവിടെ നിന്ന് എബ്രോഡിൽ നിന്ന് അയച്ചു തരുമെന്നൊരു പെൺകുട്ടി അതിനകത്ത് പറയുന്നുണ്ട്. ആ 1 ലക്ഷം 2 ലക്ഷം രൂപ ഹസ്ബൻഡ് അവിടെ നിന്ന് അയച്ചു തരുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ 7,000 രൂപ സാലറി കിട്ടുന്ന ജോലിക്ക് ആ കുട്ടി പോകുന്നത്? പിന്നെ 7,000 രൂപ കിട്ടുന്ന ഇനി ഒരു പാഷൻ ആയിക്കോളാം, എനിക്ക് ഹസ്ബൻഡിന്റെ പൈസയൊന്നും വേണ്ട, ഞാൻ അവരുടെ കൂടെ പോയി എന്താ പറയുന്നത്, എൻ്റെ ഇഷ്ടത്തിന് ഞാനൊരു ജോലിക്ക് പോവുകയാണെങ്കിൽ തന്നെ 7,000 രൂപയുടെ ജോലിക്ക് പോയിട്ട് ഈ 1 ലക്ഷം 2 ലക്ഷം രൂപ ഹസ്ബൻഡ് അയച്ചു കൊടുക്കുന്നെങ്കിൽ എന്തിനാണ് അവരുടെ കയ്യിൽ നിന്ന് ഇത് കട്ടെടുത്തത്? അല്ലെങ്കിൽ എന്തിനാണ് മോഷണത്തിന് കൂട്ടുനിന്നത്? നമുക്കിപ്പോ അപ്പൊ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുകയാണ്, അപ്പൊ നിങ്ങൾക്ക് ഹസ്ബൻഡ് അയക്കുന്ന പൈസ പോലും അവർ വേറെ രീതിയിലാണോ വ്യാകരിക്കുന്നതെന്ന്, നിങ്ങൾ മോശമായിട്ട് നടക്കുന്നതാണെന്നൊക്കെയാ ഈ പൈസ വരുന്നതിന് ദിയ പറയുന്നതെന്ന്. അപ്പൊ ഹസ്ബൻഡ് 1 ലക്ഷം 2 ലക്ഷം രൂപ അയച്ചു കൊടുക്കുന്നത് ദിയ എങ്ങനെ അറിയാം? ദിയ എങ്ങനെയാ അറിയാം? താങ്കളുടെ ഹസ്ബൻഡ് 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ അയച്ചു തരുന്നത് ദിയ എങ്ങനെ അറിയാം? ഒന്നാമത്തെ എന്റെ ചോദ്യം അതാണ്. അപ്പൊ താങ്കൾ പറയണമല്ലോ ദിയയോട്. അപ്പൊ ആ മാധ്യമപ്രവർത്തകൻ ചോദിക്കാമല്ലോ, ഈ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ അയച്ചു തരുന്നത് ദിയ എങ്ങനെ അറിയാം? ഈ 2 ലക്ഷം രൂപ മാസം കിട്ടുന്ന താങ്കൾ എന്തിനാണ് 7,000 രൂപയുടെ ജോലിക്ക് വരുന്നത്? ഇങ്ങനെയുള്ള വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നതിന് ചോദ്യങ്ങൾ ചോദിക്കാൻ ഈ മാധ്യമപ്രവർത്തകർക്ക് പറ്റും. അത് ചോദിക്കാതെ അവിടെയും ദിയയും കൃഷ്ണകുമാർ സാറിനെയും പറ്റി എന്തെങ്കിലും അവരുടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ അവരുടെ ബാക്കി പേഴ്സണൽ ലൈഫോ അത് എങ്ങനെയോ ആവട്ടെ, നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടായിരിക്കാം, ഇഷ്ടമില്ലായിരിക്കാം, എനിക്ക് ഇഷ്ടം ഉണ്ടായിരിക്കാം, ഇഷ്ടമില്ലായിരിക്കാം. പക്ഷെ ഒരു വിഷയം വരുമ്പോൾ ഒരു ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കണം എന്നൊരു മാധ്യമധർമ്മം നമ്മൾ പുലർത്തേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അടിയിൽ വരുന്ന ടാക്സ് വെട്ടിയൽ കമന്റുകൾ ചിലപ്പോൾ പല ബിസിനസ്സുകാരും ചെയ്യുമായിരിക്കും, വേറെ അക്കൗണ്ടിലോട്ടൊക്കെ പൈസ ഇടുന്ന കാര്യങ്ങളും എല്ലാം എല്ലാവരും ചെയ്യുന്നത് പോലെ അവരും ചെയ്ത് കാണണം. ചെയ്തോ ഇല്ലയോ അതെനിക്കറിയില്ല. എന്ന് കരുതി ഈ ലക്ഷങ്ങൾ വഞ്ചിച്ചെടുക്കാൻ ആർക്കാണ് റൈറ്റ്സ് കൊടുത്തത്? അവർ 5,000 10,000 അല്ല കട്ടെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അഹാന കൃഷ്ണ എന്ന് പറയുന്ന ആക്ടറോട് എനിക്ക് പറയാനുള്ളത്, വളരെ സെൻസിറ്റീവായിട്ടാണ് ആ കുട്ടി, അതായത് അഹാന അവരോട് സംസാരിക്കുന്നത്. ഒരു മോശം വാക്കുപോലും, കാരണം തെളിവ് ഫുൾ അവർക്ക് കിട്ടി, അവരുടെ സ്ഥാപനത്തിൽ നിന്ന് ക്യാഷും സാധനങ്ങളും പോയിട്ടുണ്ടെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് അഹാന അവരോട് വളരെ കൃത്യമായിട്ട്, ഞാൻ ആ വീഡിയോ മുഴുവനും കണ്ടതാണ്, ഒരു രീതിയിലുള്ള മോശപ്പെട്ട വർത്താനം പോലും അഹാന അവരോട് പറയുന്നില്ല. അതിനുശേഷം ഇന്ന് വെള്ളം കുടിക്കൂ, ജ്യൂസ് കുടിക്കൂ, ഇനി നമ്മൾ വെള്ളം തന്നില്ലെന്ന് എന്താ വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് അത്രയും മര്യാദ കൂടി. ഞാനാണെങ്കിൽ പോലും ചിലപ്പോൾ അത് കാണിച്ചെന്ന് വരത്തില്ല. എന്നിട്ട് ദിയ ആണെങ്കിൽ സത്യം, ദിയ ഒന്നത് പ്രസവിക്കാറായി ആ വയറൊക്കെ വെച്ചിട്ട് അവിടെ സൈലന്റ് ആയിട്ടിരിക്കുകയാണ് ആ കുട്ടി ചെയ്യുന്നത്. അഹാന ഹാറ്റ്സ് ഓഫ് യു. അതായത് സിസ്റ്റേഴ്സ് ആയാലും അങ്ങനെ തന്നെ വേണം. ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. അപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ ഒരുമിച്ച് നിൽക്കുക, അല്ലെങ്കിൽ ദിയയ്ക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ ഒരുമിച്ച് നിന്ന് അതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് അവർ പോലീസ് രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇവരാരാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ് ഞാൻ കണ്ടു. അവരുടെ സ്ഥാപനത്തിൽ പിന്നെ കഴിഞ്ഞ വർഷങ്ങളായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇമാതിരി ഒരു പരിപാടി കാണിച്ചു വെച്ചിട്ട് പിന്നെ അവരോട് ചോദിക്കണ്ടേ? നിങ്ങളിത് സമ്മതിക്കുകയാണെങ്കിൽ എടുത്ത ക്യാഷ് തിരിച്ചു തരികയാണെങ്കിൽ ഇത് ഇവിടെ തീരും, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പോലീസിനെ അറിയിക്കാതെ നിവർത്തിയില്ല എന്ന് അഹാന വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. ഇതൊന്നും ഈ കമന്റ് ഇടുന്നവർ കേൾക്കുന്നില്ല.
പക്ഷേ മെജോറിറ്റി കമന്റുകൾ ഇവർക്ക് അനുകൂലമാണ്. വളരെ വിരളമായ കമന്റുകൾ മാത്രം. അതിനുശേഷം പിറ്റേന്നാണ് ഇവർ പരാതിയൊക്കെ കൊടുത്തതിന് ശേഷം പുറത്തിറങ്ങി നല്ല മേക്കപ്പും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കാര്യമായി നല്ല ഒരുങ്ങി അണിഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതെന്ന് വക്കീലോ ആരോ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ അവിടെ നിന്ന് ഈ പെൺകുട്ടികൾ പറയുന്നത്. അതിൽ ആ നടുക്ക് നിൽക്കുന്ന വിനീത എന്നാന്ന് തോന്നുന്നു പേര്. ആ കുട്ടി പറയുന്ന കൃത്യമായിട്ടറിയാം ഒരു കാര്യം പോലും അത് ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അത് ആലോചിക്കാനോ അല്ലെങ്കിൽ ഇതിനും ഒരു സമയമില്ലാതെ പെട്ടെന്ന് ഇതായിരിക്കും വരുന്നതെന്നുള്ള അതിന്റെ മറുപടി പറയാൻ പഠിച്ച് വെച്ചേക്കാ. നമ്മളൊരു എസ്സേ കാണാപ്പാടം പഠിച്ചിട്ട് പോയി പറയുന്നത് പോലെ ചില കാര്യങ്ങൾ ഇതാണ്. അത് ദിയ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പൊ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ എടുത്തിട്ട്? അത് ദിയ പറഞ്ഞിട്ടാണ്, അത് ദിയക്ക് എടുത്തോളൂ, അത് ദിയ പറഞ്ഞു, മൊത്തം ദിയ പറഞ്ഞിട്ടാണ് ചെയ്തത്. ഈ മോഷ്ടിച്ചോണ്ട് പോകാൻ ദിയ പറഞ്ഞോ? മോഷ്ടിച്ചോണ്ട് പോയി അവസാനം പിടിക്കപ്പെട്ടപ്പോൾ എല്ലാം ദിയയുടെ മണ്ടൽ. എന്താ ആദ്യമേ പറയാതിരുന്നത്? ദിയ ടാക്സ് വെട്ടിക്കുന്നതിന് ഞങ്ങൾ കൂട്ടു വയ്ക്കത്തില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ അക്കൗണ്ടിലോട്ട് പൈസ ഇടാൻ പറ്റത്തില്ല ദിയ, അത് ദിയ വേറെ എന്താ അക്കൗണ്ടിലാന്ന് വെച്ചാൽ പറയാൻ എന്തായിരുന്നു? പിന്നെ പറഞ്ഞിട്ടുണ്ട് 5000 10,000 ഒക്കെ ഞങ്ങൾക്ക് ദിയ തരുമെന്ന് സെയില് കൂടുതൽ നടക്കുമ്പോൾ. ഭയങ്കര മുതലാളിയുടെ ഒരു ഭാവമാണ് ദിയയ്ക്കെന്ന്. പിന്നെ ദിയ ഒരു കാശ് മുടക്കി ഒരു സ്ഥാപനം നടത്തി ദിയയുടെ കീഴിൽ നിങ്ങൾ ജോലി ചെയ്യാൻ വന്നാൽ അവര് മുതലാളി, നിങ്ങൾ തൊഴിലാളിയാ. അതിനകത്ത് എന്താണ് ഒരു വ്യത്യാസം? അതിനകത്ത് എന്താണ് ദിയ? പിന്നെ നിങ്ങൾ ദിയ മുതലാളിയായിട്ടിരിക്കാതെ പിന്നെ എന്തായിട്ടിരിക്കണമായിരുന്നു? അതിനകത്തൊന്നും ഒരു തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മുതലാളിമാരുടെ കീഴിൽ ജോലിക്ക് വരുമ്പോൾ പിന്നെ അവരുടെ പെരുമാറ്റ രീതികളോ ഭയങ്കര മുതലാളി ചമയലോ ആണ് എനിക്ക് അതുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇത്രയും വർഷം അവിടെ ജോലി ചെയ്തത്? എനിക്ക് ഇങ്ങനത്തെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒറ്റ മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒഴിഞ്ഞു പോകാമായിരുന്നല്ലേ? അതുപോലെ ജാതി പേര് വിളിച്ച് ആക്ഷേപിച്ചെന്ന് പറഞ്ഞ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വ്യക്തിപരമായ കാര്യത്തിൽ ചോദ്യം ചെയ്യുന്നത് ആരാണെങ്കിലും പിന്നെ അവരുടെ ശമ്പളം പറ്റാനോ അവരുടെ ഒന്നിനും ഞാൻ അവിടെ നിൽക്കത്തില്ല. അന്നേരം ഞാൻ അവിടെ ഇറങ്ങിപ്പോവും. ഈ ജാതി വെറി ഈ ദിയയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ 3 പേരെ ആ ഓഫീസിൽ ജോലിക്ക് എടുക്കുമായിരുന്നോ? ബയോഡേറ്റ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴേ ദിയ വെക്കുമല്ലോ ഇന്ന ജാതിപ്പെട്ടവർ മാത്രം ഇവിടെ വന്നാൽ മതിയെന്ന്. അല്ലെങ്കിൽ ആ ജാതി അല്ലാത്തതുകൊണ്ട് ജാതി പുറത്ത് പറയുകയോ പോലും വേണ്ട. നമുക്കറിയാൻ പറ്റും ഈ ഒരു സമൂഹത്തിൽ ഡയറക്റ്റ്ലി അവരത് പറഞ്ഞില്ലെങ്കിൽ പോലും ഇൻഡയറക്ട്ലി അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ അവരത് ചെയ്യില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്ക്. അല്ലാതെ വെറുതെ വന്നിന്ന് ജാതിപ്പേര് വിളിച്ചു, അല്ലെങ്കിൽ അവരൊരു മുതലാളിയുടെ സ്വരമായിരുന്നു, മുതലാളിയുടെ സ്വരം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് അവിടെ ജോലിക്ക് പോയത്? നിങ്ങൾ ജോലിക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഒരിക്കലും നിങ്ങൾ അവിടെ ജോലിക്ക് പോകരുത്. അല്ലെങ്കിൽ 1 മാസം 2 മാസം കഴിയുമ്പോൾ ദിയയുടെ സ്വഭാവം ഇങ്ങനെയാണ്, ഈ സുദ്ദുയെ നിങ്ങൾക്ക് ഒരിക്കലും പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ആകർഷകമായ സാലറി ഒന്നും ഇല്ലല്ലോ, 7000 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ദിയ അവിടെ നിന്ന് ഇൻസെന്റീവ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സെയിൽ നടക്കുന്നതനുസരിച്ച് 5000 10,000 രൂപ നിങ്ങൾക്ക് തരുമായിരുന്നു. ദിയ അറിയാതെ നല്ല വൃത്തിയായിട്ട് ദിയയുടെ സാധനങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയും ദിയയുടെ ക്യാഷ് അടിച്ചു മാറ്റുകയും ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടാണ് നിങ്ങൾ അവിടെ നിന്നത്. അതിനകത്ത് യാതൊരു സംശയവും ഇല്ല, തർക്കവും ഇല്ല. പിന്നെ ചോദിക്കുന്നത് ഈ 69 ലക്ഷത്തിന്റെയൊക്കെ അവിടെ നിന്ന് ഒരുപാട് സാധനങ്ങൾ പോയിട്ടുണ്ട്. നമ്മുടെ ജ്വല്ലറി ഐറ്റംസ് ആണ് അവിടെ നിന്ന് പോകുന്നത്. ചിലപ്പോൾ ഒരു ചെറിയ നെക്ലേസിന് പോലും 5000 രൂപ 10,000 രൂപ വിലയായിരിക്കും. അങ്ങനത്തെ കുറെ സാധനങ്ങൾ കഴിഞ്ഞ 1 വർഷമായിട്ട് ദിവസം ഓരോന്നെടുത്തോണ്ട് പോയാലും മതിയല്ലോ, നമ്മളൊന്ന് കണക്കൂട്ടി എത്ര രൂപയാവുമെന്ന്. അതെടുത്തുകൊണ്ട് പോയി പലർക്കും വേറെ പുറത്തു കൊണ്ടുപോയി ഇവർ സെയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള തട്ടിപ്പുകളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കൈയോടെ ദിയ പൊക്കിയതിന് ശേഷം പിന്നെ ഇവർ സ്റ്റോക്ക് എടുത്തതും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഇവർ ഈ ലക്ഷത്തിന്റെ കണക്ക് വന്നത്. പിന്നെ ലക്ഷ്യങ്ങൾ അത് കൃത്യമാണോ വാസ്തവമാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ ഇവർ 3 പേരും നല്ല വൃത്തിയായിട്ട് അവിടെ നിന്ന് മോഷ്ടിച്ചിട്ടുണ്ട്. അത് മോഷണം നമ്മൾ തെളിയിക്കേണ്ട ഒരു സാഹചര്യമില്ല. അവര് ചെയ്ത കാര്യമാണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് ദയവായിട്ട് ഞാൻ ഈ കമന്റുകൾ കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ ഈ കമന്റുകൾ ഇട്ട്, അതായത് നമ്മളെ വലിപ്പിച്ചുകൊണ്ട് പോകുന്നവരെ, അതായത് നമ്മൾ വിശ്വസിച്ച ഒരാൾക്ക് ഒരു കടം പോലും കൊടുത്താൽ അത് തിരിച്ചു കിട്ടാതിരിക്കുമ്പോൾ മാനസിക വിഷമം നമുക്കറിയാൻ പറ്റും. ഞാനും അതിന്റെ ഒരു വിക്റ്റിമാണ്. പലർക്കും ക്യാഷ് കൊടുത്തിട്ട് അവസാനം തിരിച്ചു ചോദിക്കുമ്പോൾ നമ്മൾ ശത്രുക്കളാവും. അതുപോലെ വിശ്വസിച്ച് ഒരു സ്ഥാപനം ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് വലിപ്പിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ കൃഷ്ണകുമാർ സാറും ദിയൊക്കെ എന്തോ സംസാരിക്കണമായിരുന്നു. അയ്യോ, താങ്കൾ എന്റെ സ്ഥാപനത്തിൽ നിന്നും ക്യാഷ് എടുത്തുകൊണ്ട് പോയായിരുന്നോ? നിങ്ങൾ അത് ദയവായിട്ട് നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്തത്? നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങളത് എനിക്ക് തിരികെ തരുമോ? ഞാൻ നിങ്ങൾക്കെതിരെ കേസ്, ഇങ്ങനെയൊക്കെ ആരെങ്കിലും സംസാരിക്കുമോ? ദിയ പറഞ്ഞതാണ് കറക്റ്റ്. ദിയ ആയതുകൊണ്ട് അത്രയും മാന്യമായിട്ട് സംസാരിച്ചു. വേറെ അല്ലെങ്കിൽ പല്ലടിച്ച് വായിക്കാതെ ഇടത്തില്ല. കാരണം ഒരാളുടെ ചോരയും നീരുമായിരിക്കും അവർ വളർത്തിക്കൊണ്ടുവരുന്ന ആ ഒരു ബിസിനസ് സ്ഥാപനം. അവിടെ നിന്ന് ഇത്രയും നാളും വളരെ വിദഗ്ധമായിട്ട് പറ്റിച്ചുകൊണ്ട് പോവാന്ന് പറയുമ്പോഴത്തേനും ആരാ ക്ഷമിക്കുക, ആരാ സഹിക്കുക? അപ്പൊ അവരും മനുഷ്യരാണ്. നമ്മളെ ഒന്നും മാലാകമാരായിട്ടല്ലല്ലോ പടച്ചവൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ മനുഷ്യന്റേതായിട്ടുള്ള എല്ലാ ദേഷ്യവും വിഷമവും സങ്കടവും ഒക്കെ പുറത്തു വരും. ആ ദേഷ്യത്തിൽ ചിലപ്പോൾ എന്തേലും പറയും, നിങ്ങളെ അകത്താക്കുമെന്ന് പറയും, യൂട്യൂബ് ഇട്ട് നാറ്റിക്കുമെന്ന് പറയും, നിങ്ങളുടെ എല്ലാ ഇതും തകർക്കും, മര്യാദയ്ക്ക് സത്യം പറഞ്ഞു എന്ന് പറയും. സ്വാഭാവികം, മനുഷ്യനാണ്, പറയും. അതിനകത്ത് യാതൊരുവിധ സംശയവും ഇല്ലാത്ത കാര്യമാണ്.
അതുകൊണ്ട് ഈ കമന്റ് ഇടുന്നവരെ ഇതേപോലെ വിശ്വാസവഞ്ചന കാണിക്കുകയും കയ്യിൽ നിന്നും കാശ് പോവുകയും ഒക്കെ ചെയ്യണം. അന്നേരം മാത്രമേ ഇതിനകത്ത് എനിക്ക് മനസ്സിലാവൂ. എന്തായാലും ദിയയ്ക്ക് നീതി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒന്നാമത് ദിയ ഈ സമയത്ത് ഒരു പ്രഗ്നന്റ് ലേഡിയാണ്. വളരെ കഷ്ടപ്പെട്ട് ആ പെൺകുട്ടികൾ അവരുടെ രീതിയിലായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്ത് അവരുടെ സന്തോഷങ്ങളിൽ ജീവിക്കുന്നതാണ്. ആരെ അവർ ദ്രോഹിക്കാൻ പോയതായിട്ട് നമുക്കറിവില്ല. കൃഷ്ണകുമാർ സാർ അതുപോലെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്ന, അതൊക്കെ ഓരോരുത്തരുടെ തികച്ചും വ്യക്തിപരമായ കാര്യം. ഒരു ഇഷ്യൂ വരുമ്പോൾ നമ്മൾ ന്യായത്തിന്റെ ഭാഗത്ത് തന്നെ നിൽക്കണം എന്നത് തന്നെയാണ്. ദിയയ്ക്ക് നീതി കിട്ടട്ടെ എന്ന് തന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കള്ളത്തരം എല്ലാം വെളിച്ചത്ത് കൊണ്ടുവരികയും കട്ടെടുത്തുകൊണ്ട് എത്ര രൂപ ക്യാഷാണോ ദിയയ്ക്ക് പോയത് അത് മുഴുവൻ ദിയയ്ക്ക് തിരിച്ചു കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.